ചർച്ചയുണ്ടാകും. ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അവിടുത്തെ പോരാട്ടം. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷ തോന്നിപ്പിക്കുന്നതാണ്. പക്ഷേ വെല്ലുവിളി ചെറുതല്ല. ഇടതുമുന്നണിയെയും BJPയെയും ഒരുപോലെ നേരിടേണ്ട സാഹചര്യമുണ്ട്. AICC നിർദ്ദേശപ്രകാരം കൂടി അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് യുവാക്കളെയും മുതിർന്ന നേതാക്കളെയും വനിതകളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. ഇന്ന് രാവിലെ KPCC അധ്യക്ഷനോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായപ്പോൾ അറിയില്ല എന്നൊരു മറുപടിയാണല്ലോ മനീഷ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പൂർണ്ണ ചിത്രവും പൂർണ്ണ തീരുമാനവും രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ മനീഷ് മഹിബാൽ? റിജിത്ത്, നിലവിൽ 48 സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. ഇന്നലെ ചേർന്ന DCCയിൽ ഇന്നലെ പ്രത്യേകം ചേർന്ന കോർ കമ്മിറ്റിയിൽ അതിൻ്റെ കാര്യം തീരുമാനമെടുത്തിരുന്നു. ഇനി ബാക്കി സീറ്റുകളിലേക്ക് മത്സരിക്കേണ്ട ഘടകകക്ഷികൾ, ഒപ്പം തന്നെ 80% സീറ്റുകളിലേക്ക് മത്സരിക്കുക കോൺഗ്രസ് ആയിരിക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരിക്കും. അതിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണവി അടക്കമുള്ള ആളുകൾ ഉണ്ടാകും. അതായത് പ്രായത്തിനല്ല, മാനദണ്ഡം ഒരിക്കലും പ്രായമായി നൽകുന്നില്ല. ഒപ്പം തന്നെ ഇവിടെ ശബരിനാഥൻ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തെ സീനിയർ നേതാക്കളടക്കം മത്സരത്തിൽ നിന്നും മാറി നിൽക്കേണ്ട, അതായത് ആരും അത്ര എളുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കയറി വരേണ്ട. നമുക്കറിയാം 2015 ശബരിനാഥൻ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു. അന്ന് അരുവിക്കര മണ്ഡലത്തിൽ വെച്ച് ഒരു ബൈ ഇലക്ഷന്റെ ഭാഗമായി അന്ന് വിജയകുമാറിനെതിരെ 10,000-ലധികം വോട്ടുകൾക്കാണ് ശബരിനാഥൻ ജയിക്കുന്നത്. 2016 ശബരിനാഥൻ ജയിച്ചിരുന്നു. പക്ഷേ പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ ശബരിനാഥന് പരാജയപ്പെടേണ്ടി വന്നു. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിയമസഭാ സാമാജിക അല്ലെങ്കിൽ MLA ആയിരുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ തിരുവനന്തപുരം മോഡൽ എന്ന രീതിയിൽ നിലവിൽ പാലക്കാട് അടക്കം BJPക്ക് വലിയ മുൻതൂക്കമുള്ള സ്ഥലമാണ്. ഇവിടെ കോൺഗ്രസിന്റെ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ ഒരു അടവ് നയം ഈ രീതിയിൽ അങ്ങനെ ഇവിടെ രണ്ടാമത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന രീതിയിൽ BJPക്ക് നിലവിൽ ഭരണം അടക്കം പിടിക്കാനുള്ള സ്വാധീനമുണ്ട്. അങ്ങനെയുള്ള സ്വാധീനമുള്ള സ്ഥലത്ത് ഭരണം പിടിച്ചില്ലെങ്കിൽ കൂടി അത് നിയമസഭയിൽ വീണ്ടും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടെ 3-ാം സ്ഥാനത്ത് എത്തിയാൽ അത് സംസ്ഥാനത്താകെ അതൊരു നെഗറ്റീവായി മാറും. അത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF അത് വലിയ പോരായ്മയെ മാറും. ആ പോരായ്മ പരിഹരിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടെ മുഖ്യ പ്രതിപക്ഷമെങ്കിലും ആവുക എന്ന ഒരു ടാക്ടിക്സ് ആണ് ഇവിടെ കോൺഗ്രസ് നടത്തുന്നത്. അതിന് ഈ തിരുവനന്തപുരം ജില്ലയെ പറ്റി, അതിൻ്റെ ഭൂമിശാസ്ത്രം, അതിൻ്റെ താഴെത്തട്ടിലുള്ള എല്ലാ പ്രവർത്തന മേഖലയെ പറ്റി നല്ല പരിചയമുള്ള, അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ കാര്യങ്ങളടക്കം അറിയാവുന്ന വ്യക്തിയാണ് നിലവിൽ K. മുരളീധരൻ. അങ്ങനെ K. മുരളീധരന് പൂർണ്ണമായി അതിന് ഉത്തരവാദിത്തം കൊടുത്തത്. അതാണ് ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയത്. അത് പ്രാദേശികമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. അതിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തതയില്ല. അതിൻ്റെ കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മറ്റ് രണ്ട് ക്യാമ്പുകളിലും നടക്കുന്ന കൂടിയാലോചനകളും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമൊക്കെ ഏത് തരത്തിലാണ്? ഇടതുമുന്നണിയിലാണെങ്കിൽ മുതിർന്ന നേതാക്കളെയൊക്കെ കളത്തിലേക്ക് ഇറക്കുക എന്നുള്ള ആലോചന ഇടതുമുന്നണിയിലും നടക്കുന്നുണ്ട്. BJP ആണെങ്കിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഇടമാണ്. താഴെത്തട്ടിൽ നേരത്തെ തന്നെ അവർ പ്രവർത്തനം തുടങ്ങിയ ഇടമാണ്. ഈ രണ്ട് ക്യാമ്പുകളിൽ നിന്നും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അത് സംബന്ധിച്ച ചർച്ചകളുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് മനീഷ് മഹിബാൽ? വിജിത്ത്, BJPയിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ മത്സരിക്കാനുണ്ടാകും. BJPയുടെ കേന്ദ്ര നേതാക്കളടക്കം ഒരുപക്ഷെ മത്സരത്തിനായി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJPക്ക് വലിയ തിരിച്ചടിയായിട്ടുള്ളത് തിരുമല വാർഡ് കൗൺസിലറായിട്ടുള്ള മെമ്പറായിട്ടുള്ള തിരുമല അനിലിന്റെ മരണം അല്ലെങ്കിൽ ആത്മഹത്യ. നിലവിൽ അത് കോർപ്പറേഷനിൽ BJPക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം 34 സീറ്റുകളുടെ പ്രധാന പ്രതിപക്ഷമാണ്. കേവലം ചെറിയ സീറ്റുകളുടെ എണ്ണത്തിൽ അംഗങ്ങളുടെ കുറവിലാണ് അവിടെ ഭരണം തന്നെ BJPക്ക് നഷ്ടമായത്. ഒരു പക്ഷേ അടുത്ത തവണ ഈ തവണ BJPക്ക് ഭരണം പിടിക്കാനാകുമെന്ന് അവർ കണക്ക് കൂട്ടിയ ഒരു സ്റ്റാർ കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ വലിയ തോൽവി ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ CPMനെ സംബന്ധിച്ചും, അതായത് നേരത്തെ സമ്പത്തടക്കമുള്ള ആളുകൾ, നേരത്തെ MP ആയിരുന്ന സമ്പത്തടക്കമുള്ള ആളുകൾ നിലവിൽ ഇവിടെ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ എത്തും. അതുകൊണ്ട് തന്നെ നേരത്തെ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് തോറ്റതായിട്ടുള്ള ആളുകളോ പരാജയപ്പെട്ടവരെയൊക്കെ തന്നെ കോർപ്പറേഷനിൽ ഇറക്കി അങ്ങനെ ഇതിന്റെ മത്സരം ഘടിപ്പിക്കാൻ. അതായത് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് മൂന്ന് മുന്നണികൾ തമ്മിലുള്ള വലിയ പോരാട്ടം ഉണ്ടാകും. അങ്ങനെ ത്രികോണ മത്സരം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ഉണ്ടാകുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ 2ാം തവണയും 3ാം തവണയും പിണറായി സർക്കാർ എത്തുന്നു എന്നുള്ള വലിയ. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ത്രികോണ പോരാട്ടം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഇടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ കളം പിടിക്കാൻ അപ്രതീക്ഷിത നീക്കങ്ങൾ, കരുനീക്കങ്ങൾ കോൺഗ്രസ്
കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. 48 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയാണ്. മനീഷ് മഹിപാൽ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.